ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് സ്പഞ്ച് കേക്കാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: 1 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1/4 കപ്പ് പാല്, 1/2 കപ്പ് ഓയിൽ, 4 മുട്ട, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ വാനില എസൻസ്. ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് ബീറ്റ് ചെയ്യാം. ആദ്യം ഒന്ന് സ്ലോ ആയിട്ട് ഒന്ന് അടിക്കുക. എന്നിട്ട് കുറച്ച് സ്പീഡ് കൂട്ടിയാൽ മതി. ആദ്യം തന്നെ സ്പീഡിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആകെ പൊടി പാറും. അപ്പം നമ്മൊന്ന് ആദ്യം സ്ലോയിൽ അടിച്ചിട്ട് പിന്നെ നന്നായിട്ട് സ്പീഡ് കൂട്ടിയാൽ മതി. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുണ്ട്. മുട്ടയും പഞ്ചസാരയും കൂടിയിട്ട് അടിച്ചത് നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർക്കാം. ഇത് 1/4 കപ്പ് പാലാണ്. അത് ഒഴിക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഓയിൽ ഒഴിക്കാം. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബീറ്റിന്റെ ആവശ്യമില്ല. ഇനി ബീറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗള് വേറെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെക്കുക. അതിലേക്ക് നമ്മൾ 1 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡറും, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുക. എന്നിട്ട് ഇത് 3 കൂടി 4 കൂടിയിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൽ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. അത് നമ്മൾ ശരിക്കും ബീറ്റ് ചെയ്യുമ്പോൾ ഒഴിക്കേണ്ടതാണ്. അത് വിട്ടു പോയതാണ്. ഇപ്പോൾ ചേർത്താലും മതി. നന്നായി മിക്സ് ചെയ്താൽ മതി. ഇനി അരിച്ചു വെച്ച മിക്സ് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. കുറേശ്ശെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്താൽ മതി. ഇത് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കാം. ഇതൊരു 7 ഇഞ്ച് ട്രേ ആണ്. ഇതിൽ ഓയിലൊക്കെ പരത്തി ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഉണ്ടാക്കി വെച്ച
ബാറ്റർ ഒഴിക്കാം. ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് തട്ടി കൊടുക്കാം. ഇതിൽ ബബിൾസ് ഉണ്ടെങ്കിൽ പോവാൻ, എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോവാനാണ്. നമുക്ക് ഇത് പാനിലാണ് ബേക്ക് ചെയ്യുന്നത്. പാനിൽ എങ്ങനെ എന്താ വെച്ച് എങ്ങനെ ബേക്ക് ചെയ്യാമെന്ന് നോക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ഉപ്പിട്ടിട്ട് കുറച്ച് പൊടിപ്പിട്ടിട്ട് ചൂടാക്കി വെച്ചിട്ടുള്ളതാണ്. ഒരു 7 മിനിറ്റോളം ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ കേക്കിൻ്റെ ബാറ്റർ വെച്ചിട്ടുള്ള പാത്രം അതിൻ്റെ ഇറക്കി വെച്ചിട്ട് അടച്ചിട്ട് ഒരു 30-35 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കേക്കിൻ്റെ ബാറ്ററുള്ള ട്രേ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ലോ സ്ലിമിൽ ഒരു 30-35 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 35 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സ്ക്വയർ എടുത്തിട്ട് ഒന്ന് നോക്കാം. കേക്ക് ഓക്കെ ആയിട്ടുണ്ട്. കേക്കിൻ്റെ ട്രെയിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാം. എന്നിട്ട് ചൂടാറാൻ വയ്ക്കാം. കേക്ക് ചൂടാറിയ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഷെയർ ചെയ്യണം. താങ്ക് യു.